ലോകസമാധാനത്തിനായി ഉറച്ച നിലപാടുകൾ സ്വീകരിച്ചയാളാണ് ഫ്രാൻസിസ്. ഏറ്റവും ഒടുവിൽ ഈസ്റ്റർ ദിന സന്ദേശത്തിൽ പോലും യുദ്ധമുഖമായ ഗാസയിലെ ജനങ്ങളെ മറന്നില്ല ആ വലിയ ഇടയൻ. സംഘർഷങ്ങളിൽ ദുരിതമനുഭവിക്കുന്നവരെ ഓർമ്മിക്കാൻ എന്നും സമയം കണ്ടെത്തിയിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. മാധ്യമശ്രദ്ധ കൂടുതലുള്ള മേഖലകളെ പരാമർശിക്കുമ്പോൾ തന്നെ ലോകശ്രദ്ധ നേടാത്ത സംഘർഷ മേഖലകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ മാർപ്പാപ്പ മറന്നിരുന്നില്ല. യുദ്ധങ്ങൾക്കും ആയുധ കച്ചവടങ്ങൾക്കുമെതിരെ മാർപ്പാപ്പ ഉയർത്തിയത് കടുത്ത നിലപാടാണ്. ആയുധ കരിഞ്ചന്തകളെക്കുറിച്ച് രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്ന മാർപ്പാപ്പ ആയുധങ്ങളിൽ പണം നിക്ഷേപിക്കുന്നത് ഭ്രാന്താണെന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. സമാധാന സന്ദേശവുമായി ലോകരാജ്യങ്ങൾ സന്ദർശിച്ചിരുന്ന മാർപ്പാപ്പയുടെ ലോക നേതാക്കളോടുള്ള സമീപനവും എടുത്തു പറയേണ്ടവയാണ്. 2019 ആഭ്യന്തര യുദ്ധം നടക്കുന്ന സുഡാനിലെ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ നേതാക്കളുടെ കാൽ ചുംബിച്ചതെല്ലാം ഏറെ ചർച്ചയായിരുന്നു. നാശത്തിന്റെ വേരുകൾ കണ്ടെത്തി പരിഹാരം കാണാൻ നിരന്തര ശ്രമങ്ങൾ നടത്തിയിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അതിനായി അധികാര സ്ഥാനത്തുള്ളവർ തന്നെയാണ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതെന്ന് ആവശ്യപ്പെട്ടിരുന്ന മാർപ്പാപ്പയുടെ ആണവ നിരായുധീകരണത്തിനായുള്ള വാദങ്ങളും തള്ളിക്കളയാനാവുന്നതല്ല. പ്രത്യാശകളുടെ ഈസ്റ്റർ ദിനത്തിലും ഗാസയുടെ കണ്ണീരിന്റെ മൂല്യമെന്തെന്ന് ലോകരെ അറിയിച്ച ലോക സമാധാനത്തിനായുള്ള മഹാ ഇടയന്റെ പോരാട്ടം അവസാനിക്കുന്നില്ല. നിത്യതയിലും അത് തുടരുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.